കേറും. അങ്ങനെ ഞങ്ങൾ ഗായ്സ് ദുബായ് മാളിലോട്ട് പോകുന്നു. എന്തിനു വേണ്ടി? ദുബായ് മാളല്ല, സോറി, ദുബായ് ഫ്രെയിം. എന്തിനു വേണ്ടി? കേറാൻ വേണ്ടി. അതല്ല, നമ്മളൊരു ലക്ഷ്യം ഉണ്ടല്ലോ, അതെന്തായിരുന്നു? പക്ഷെ പറഞ്ഞെടുക്ക്, നിന്റെ വ്ളോഗ് നീ പറയും. ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട്. ബാക്കി നമ്മള് അവിടെ എത്തിയിട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്തെത്തിയിരിക്കുന്നു. അറ്റ് ലാസ്റ്റ് ഗൈസ്, അങ്ങനെ സ്ഥലമെത്തി നമ്മൾ ഇറങ്ങുകയാണ്. എടാ ചേഞ്ച് ഉണ്ടാ? സൽമാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. നമ്മൾ റാഷിയുടെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. നിങ്ങളുടെ ഓണർ റാഷിദ, നമ്മളുടെ ദുബായ് ഫ്രെയിമിലെ നമ്മളുടെ സാരഥി, അദ്ദേഹത്തിന് കോൾ ചെയ്ത് പൈസ ബാലൻസ് കഴിഞ്ഞു ഗൈസ്. ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഹലോ ഗൈസ്, നമ്മള് സിനാൻ നേരത്തെ പറഞ്ഞ പരിപാടിയില്ലേ, ഇതിനാണ് നമ്മൾ പോണത്. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാല് ആളവിടെ നിന്ന് പോയില്ല. സിനാനെ ആള് മിസ് ചെയ്യണം. പക്ഷെ ഇത് നമ്മളവിടെ കൊടുക്കും. നമ്മള് ഫ്രെയിം കയറും ചെയ്യും. ഇതവിടെ കൊടുത്ത് ഏൽപ്പിക്കുകയും ചെയ്യും. പ്രശ്നമില്ല, മതി. പക്ഷെ ആളെ അസാന്നിധ്യത്തിൽ നമ്മൾ അവിടെ എന്ത് സാന്നിധ്യം? അസാന്നിധ്യം, അങ്ങനെ ഒരു വേർഡ് ഉണ്ട്, അസാന്നിധ്യം. ഓക്കെ, നമ്മളിവിടെ വന്നിട്ട് നമ്മളെ ജുനൈദിന്റെ അളിയനെങ്കിൽ സർപ്രൈസ് കൊടുക്കാൻ കേട്ടോ. ജുനൈദിന്റെ അളിയെന്ന് പറയുമ്പോൾ നമ്മളെ അളിയനും കൂടെ അല്ല. നമ്മളിവിടെ എത്തിയപ്പോൾ മൂപ്പരാ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിക്കും കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ തന്നെ വിളിച്ച് എന്ത് പണിയാ കാട്ടി തന്നെ. അപ്പൊ മൂപ്പരാൾ എന്തായാലും നമുക്ക് ആളെ സെറ്റാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട മക്കളെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ സെറ്റാക്കിക്കണ്. ഞാൻ കേക്ക് തരാത്തൊരു വിഷമമല്ലോ നിങ്ങൾക്ക്, ബാക്കിയൊക്കെ അവിടെ സെറ്റാക്കിക്കണ്. നിങ്ങൾ ഒരാൾ വരും, എന്റെ കമ്പനിക്കാരൻ വരും, നിങ്ങൾ അവരെ കൂടെ കയറി പോയാൽ മതി എന്ന് പറഞ്ഞത് മൂപ്പരാൾ. അങ്ങനെ അവിടെ നമുക്ക് ഗേറ്റിന്റെ അവിടെ നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ മൂപ്പരാൾ വണ്ടിയൊക്കെ സെറ്റാക്കിയിരുന്നു. അപ്പൊ വണ്ടിയിലും കയറി നമ്മൾ നേരെ ദുബായ് ഫ്രെയിം അടുത്തെത്താനായിക്കണ്. നമ്മളെ അളിയനക്ക് വർക്ക് ദുബായ് ഫ്രെയിമിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ അവിടെ എത്തിക്കുന്നത്. എഴുത്തി നമ്മൾ ടിക്കറ്റ് എടുത്ത ആൾക്കാർ ഈ സൈഡിലാണ് നിൽക്കല്. നമുക്ക് VIP ഏരിയയിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കയറി പോകുന്നത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അളിയ റെഡിയാക്കി തന്നു കേട്ടോ, വിളിച്ചിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഏരിയയിലൂടെ കടന്ന് നമ്മൾ നേരെ റൂമിലേക്ക് കണ്ടു പോകുന്നുണ്ട്. മൂപ്പരാക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ മൂപ്പരാക്ക് ഒരു കേക്കും ഒരു ടീഷർട്ടും വാങ്ങിച്ചിരുന്നുണ്ട് സർപ്രൈസ് ആയി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ആ കാര്യം നടന്നില്ല. അപ്പൊ എന്തായാലും മൂപ്പരാളെ ഇവര് റെസ്റ്റ് എടുക്കുന്ന റൂമുണ്ട് ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ തന്നെ. അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയാണ്ട് നമ്മൾ നേരെ ഫ്രെയിമിന്റെ ആണ്ട് കയറാൻ നിൽക്കുന്നുണ്ട്. മൂപ്പരാൾ ഇപ്പോൾ വരാന്ന് പറഞ്ഞു. അപ്പൊ അത് മൂപ്പരാളെ വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അല്ല സെറ്റ് അല്ലേ, കേറും. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതൊക്കെ കടന്ന് പോകട്ടെ. ഇതെന്താ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മളെ ദുബായിയുടെ പഴയകാല രീതികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴയ കാലത്ത് എങ്ങനെയാണ് അവർ നടന്നിരുന്നത്, അവരെ വീടും കാര്യങ്ങളും അതും ഇതും, അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാൻസും അതുപോലെ അവരെ ഓരോ സംഗീതം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. തയ്യൽ മെഷീന്, അതുപോലെ അവിടെ വിറ്റിരുന്ന സാധനങ്ങൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും കാണിക്കുന്നുണ്ട്. നമ്മളെ പരിശുദ്ധമായ ഖുർആന്, അതൊക്കെ അവരെ പഴയ കാലത്തുള്ള ഖുർആനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരാണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ കാരണം എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, A to Z കാര്യം. ഓൾഡ് ദുബായ് എങ്ങനെയെന്നുള്ളത് അവർ ഈ ഫ്രെയിമിലേക്ക് കയറുന്ന ഫസ്റ്റ് എൻട്രിയിലൂടെ അവർ കാണിച്ചു തരികയാണ് കാര്യങ്ങൾ മൊത്തം. ഓൾഡ് ദുബായ് എങ്ങനെയായിരുന്നത്, അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അതുപോലെ ലോക്ക് കാര്യങ്ങൾ, കാവ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ജഗ്, സ്പൂണ്, എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ അവർ കാണിച്ചു തരുന്നുണ്ട്. അവർ പഴയ കാലത്ത് എങ്ങനെയാണ് അറബികൾ കന്തൂറ തയ്ച്ചിരുന്നതെന്നും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുവരും. ഇതെന്താ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മളെ പഴയകാല ദുബായിയുടെ പ്ലാനാണ് കാണിക്കുന്നത്. ഈ 1960 ദുബായിയുടെ പ്ലാനാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണിച്ചും കൊണ്ട് നമ്മൾ നേരെ ലിഫ്റ്റിലേക്ക് കയറിയിരിക്കുന്നത്. ലിഫ്റ്റ് അത്യാവശ്യം ഉയരത്തിൽ നമുക്ക് പോകാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് ഫിലിപ്പീൻ ചേച്ചികളാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മൾ വീഡിയോ കണ്ടിട്ട് അവരിങ്ങനെ നോക്കുന്നുണ്ട് എന്താ സംഭവം എന്നൊക്കെ. അങ്ങനെ ഏറ്റവും മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറണം. അപ്പോൾ അതിൻ്റെ വൈബ് അറിയുള്ളൂ. നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ, ഞാൻ ആദ്യം ക്ലാസ്സിൽ നിന്ന് വേറെയൊക്കെ പേടിച്ച്.
നമുക്ക് എന്തൊക്കെ ഒരു പേടി പോലെ അടിയിലേക്ക് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത വൈബാണ്, സെറ്റപ്പാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് അത്യാവശ്യം ചെറുതാക്കിയിട്ട് ആൾക്കാരെ കാണുന്നത്. അത്രയും ഉയരത്തിലാണ് നമ്മൾ, ചെറിയതായിട്ടാണ് നമുക്ക് മൈന്യൂട്ടായിട്ടാണ് നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റുന്നത്. ഫ്രെയിമിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ രണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാൽ ഒരു സൈഡിൽ രണ്ട് സൈഡും കാണാം. ഗൈസ് ഇത് പുതിയ ദുബായ്. ലുക്ക് അറ്റ് ദാറ്റ്. വൗ, വെരി നൈസ്. ആൻഡ് ഗൈസ് മറ്റേ സൈഡിൽ പഴയ ദുബായ്. യെസ്, we will go to old Dubai. Yes, this is old one. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഗൈഡ് നിൽക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ വിചാരിച്ച് ആരെങ്കിലും കൂടെ വന്ന ഗൈഡാവുന്ന ഗൈഡല്ല, സംഭവം ഫ്രെയിമിൻ്റെ തന്നെ സ്റ്റാഫാണ്. മുകളിലൊരു ക്യാമറ കാണുന്നുണ്ട്. അപ്പോൾ ഈ മുകളിൽ നിന്ന് നമുക്ക് അടിയിലേക്കുള്ള വ്യൂ ഉണ്ടല്ലോ, അതടക്കം നമുക്ക് ഫോട്ടോ എടുത്ത് തരും. അതിനുള്ളൊരു സെറ്റപ്പാണിത്. ഇപ്പോൾ നമ്മൾ 2-3 ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വന്നുകൊണ്ട് നിൽക്കുക, അവർ പറഞ്ഞു തരും എങ്ങനെ നിൽക്കേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും പറഞ്ഞു തന്ന് നമുക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഇതേ മറ്റേ സ്കാനർ തരും. ഈ സ്കാനർ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ ലാസ്റ്റ് ഉണ്ട്, നമ്മൾ എക്സിറ്റ് ആവാൻ നേരത്ത് നേരെ പോയാൽ എക്സിറ്റ് ഡോറിൻ്റെ അടുത്ത് ലിഫ്റ്റിൻ്റെ അടുത്തൊരു സ്റ്റാഫ് നിൽക്കുന്നുണ്ടാവും വലുതായിട്ടുള്ളത് തന്നെ. അവിടെ കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല ക്ലിയറിലുള്ള ഒരു പിക്ക് കിട്ടും. ഏത് വ്യൂ എന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ നിന്ന് അടിയിലുള്ള വ്യൂവും നമ്മളെ ഫോട്ടോയും കൂടെ കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അവർ എടുത്തിട്ടുണ്ടാവുക. അതിന് നമുക്ക് 100 ദിർഹംസ് കൊടുക്കണം. ഇതാണ് ക്യാമറ. ഇങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഓക്കെ, അവർ ഫോട്ടോ എടുത്തു. ഇനി ഈ ഫോട്ടോ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ അവിടെ പോവാ, 100 ദിർഹംസ് കൊടുക്കുക, പേയ്മെന്റ് ചെയ്യുക, ഫോട്ടോ എടുക്കാം. കലസ് നല്ലൊരു ഓപ്ഷനാണ് ഗൈസ്. ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സിമ്പിളായി ഫോട്ടോ എടുക്കാം, പോവാം. നമ്മളെ ലിഫ്റ്റ് എത്തിയിരിക്കുന്നു ഗൈസ്. വെൽക്കം ഗൈസ്. നമ്മളെല്ലാവരും ഉണ്ട് ഗൈസ്. നോക്കി നിൽക്കുന്ന സൽമാൻ. നമ്മൾ ഫ്രെയിമിനാണ്ട് ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഓൾഡ് ദുബായിയുടെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ നേരെ വിപരീതമാണ് നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി എക്സിറ്റ് ആവാൻ നേരത്തെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദുബായിൽ ഇനി വരാൻ പോകുന്നതും ഇപ്പോൾ ഓൾഡ് ദുബായ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതിൻ്റെ ഒരു രീതിയാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. കുറച്ച് കാര്യങ്ങൾ കേട്ടോ, അതൊന്ന് കണ്ടിട്ട് വരിട്ടാ. ഇവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോസും ഫ്രെയിമുകളൊക്കെ കാണാം, ഓരോ ആൾക്കാർ എടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടുന്ന് എന്തോ ഒരു പേപ്പർ തരുന്നുണ്ട്, എന്താന്ന്. ഓക്കെ, വർത്ത് 20 ദിർഹം. അതാണ് പട്ടം. ഓക്കെ, നമ്മളങ്ങനെ ഡ്യൂട്ടി ഫ്രീയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നോട്ടം കണ്ട വാങ്ങുന്ന. അങ്ങനെ എക്സിറ്റിലെത്തി ഗൈസ്. ദിസ് ഈസ് എക്സിറ്റ് ഓഫ് ദുബായ് ഫ്രെയിം. അങ്ങനെ ദുബായ് ഫ്രെയിം വീഡിയോസ് കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്, സെറ്റ്. ഇനിയും ഇതുപോലത്തെ ദുബായ് വീഡിയോസിനായി നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. ഓക്കെ, ബായ്.